വെൽക്കം ടു സക്കുലൻ ഡയറി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പുതിയൊരു പ്ലാന്റാണ്. ഇതാണത്, ബറോസ്റ്റെയിൽ. ഇത് സീഡം മോർഗാനിറ്റം എന്നൊരു ഫാമിലിയിൽപ്പെട്ട, മോർഗാനിറ്റം എന്നാണ് ഇതിൻ്റെ പേര്, സയൻറ്റിഫിക് നെയിം. ഇത് വരുന്നത് ക്രിസുലേഷ്യ ഫാമിലിയിൽപ്പെട്ടൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. പലർക്കും അറിയില്ല ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണെന്നുള്ളത്. പക്ഷേ ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് ഇതിൽ വരുന്നതാണ്. ഇതൊരു നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളർ, ഒരു വൈറ്റ് ഒക്കെ ചേർന്നൊരു കളറുള്ള ഒരു ലീവ്സോട് കൂടിയ പ്ലാന്റ്സ് ആണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ലീവ്സ് എന്ന് പറയുന്നത്. സെമി ഷെയ്ഡഡ് ഏരിയകളിലും സെമി ടു നല്ല അത്യാവശ്യം സൂര്യപ്രകാശം വേണ്ട പ്ലാന്റ്സ് ആണ് ഇവർ. അതുകൊണ്ട് തന്നെ വരാന്തകളിലൊക്കെ ഹാങ് ചെയ്തിടാവുന്ന നല്ലൊരു പ്ലാന്റാണിത്. ഇതൊരു സക്കുലൻ പ്ലാന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിട വിട്ട ദിവസങ്ങളിൽ നമുക്ക് ഇവരൊക്കെ നനച്ചു കൊടുത്താൽ മതിയാവും. ഒരുപാട് വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഡ്രൈ ആവുന്ന സമയത്ത് വാട്ടറിങ് കൊടുക്കാം. ഒരുപാട് ഡ്രൈ ആക്കാൻ പാടില്ല. ഒരു ദിവസം കഴിഞ്ഞ് ഒരു ദിവസം വിട്ടിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ പോട്ടിംഗ് മിക്സ് ആണ്. പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, കോക്കോപിറ്റ്, കരിയില, ചാണകപ്പൊടിയോ അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് പൗഡറോ നമുക്ക് പോട്ടിംഗ് മിക്സിൽ ഉപയോഗിക്കാം. ഒരിക്കലും കട്ടയാവുന്ന മണ്ണുകൾ ഉപയോഗിക്കരുത്. ക്ലേ സോയിൽ ഉപയോഗിക്കരുത്. നല്ല ഡ്രെയിനായി പോകുന്ന സോയിൽ മിക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാൻ സമ്മതിക്കരുത്. ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വരുന്നത് കട്ടിങ്സിൽ നിന്നും അതുപോലെ ഇലകളിൽ നിന്നുമാണ്. ഇലകളിൽ നിന്നെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ഇലകളുണ്ടല്ലോ, ഈ ഇലകളൊക്കെ ഓരോ ചെടികളായിട്ട് മാറും. സോ നമ്മളിങ്ങനത്തെ ഇലകൾ പറിച്ചെടുക്കുക, എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള മണ്ണിൽ വെറുതെ ഇട്ട് വെച്ചാൽ മതി. അവർ പുതിയ ചെടികളായിട്ട് വന്നോളും. അതുപോലെ തന്നെ ഈ കുഞ്ഞ് കട്ടിങ്സ്, ഇങ്ങനെയുള്ള കട്ടിങ്സ് ഓടിച്ചെടുത്ത് നമുക്ക് നട്ടു വെച്ചാലും പുതിയ ചെടികളായിട്ട് വളരുന്നതാണ്. ഇത് ഏകദേശം 60 സെൻറ്റിമീറ്ററോളം നീളത്തിൽ വളർന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാങ്ങിങ് പോട്ടുകളിലും അതുപോലെ തന്നെ വെർട്ടിക്കൽ പോട്ടുകളിലും നമുക്കിവിടെ സെറ്റ് ചെയ്യാം. കണ്ടോ, ഇത് എൻ്റെ ഒരു പ്രൊപ്പഗേഷൻ ട്രേ ആണ്. ഇതിനൊക്കെ ഞാൻ കട്ടിങ്സും അതുപോലെ തന്നെ ലീഫും ഒക്കെ വെച്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ലീഫിൽ നിന്ന് കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്നത്, ലീവ്സിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങളാണ് ഇവരൊക്കെ. സോ ഇതൊരു പ്രൊപ്പഗേഷൻ ട്രേ ആണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. എല്ലാ വീടുകളിലും ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. ഒരിക്കലും ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യരുത്. അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്യാൻ നോക്കുക. താങ്ക് യു.